जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री गौरंग महाप्रभु की जय। श्री श्री निताय गौर सुंदर की जय। समवेत भक्त वृंद की जय। निताय गौर प्रेमानंदे। ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭു ഈ സ്ഥലത്തില് വന്നു. ചേർത്തല ചിയാടാതല എന്ന് പറഞ്ഞിട്ടുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ. ആ കാലത്തില് ചിയാടാതല ആയിരുന്നു. പിന്നെ ചേർത്തല ആയിട്ട് മാറി. ചില പേര് പറഞ്ഞു ചേരൻ മഹാരാജ എന്ന് പേര്, ചേരൻ ഡൈനാസ്റ്റിയുടെ പേരിൽ ഇത് ചേർത്തല എന്ന് മാറി. ചൈതന്യ മഹാപ്രഭു ഈ ചേർത്തല സ്ഥലത്തിൽ വന്ന് ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ ഈ സ്ഥലത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പാദരജങ്ങളൊക്കെ ഈ സ്ഥലത്തിലുണ്ടാവും. ശ്രീ ഗൗരംഗ മഹാപ്രഭു കീ. അപ്പോൾ നമ്മളിവിടെ ചേർന്നിരിക്കുന്ന വലിയ ഹിസ്റ്റോറിക്കൽ മൂമെൻ്റ് ആണ്. പല വർഷങ്ങൾ മുമ്പ്, എത്ര വർഷങ്ങൾ മുമ്പ് ചൈതന്യ മഹാപ്രഭു എത്തിയിരിക്കും? ഏകദേശം ആർക്കെങ്കിലും എന്തെങ്കിലും എസ്റ്റിമേറ്റ് ഉണ്ടോ? അത് കറക്റ്റാണ്. ഒരുവിധമായിട്ട് 500 വർഷം. ചൈതന്യ മഹാപ്രഭു ജനിച്ചത് എപ്പോഴാണ്? അതായത് പ്രകടമായത് എപ്പോഴാണ്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെറ്റ് മേടിക്കണം. ചൈതന്യ ചരിതാമൃത ഈ ദിവസം മേടിച്ചത് നിങ്ങൾ എല്ലാവരും പഠിക്കണുണ്ട്. ചൈതന്യ മഹാപ്രഭുയുടെ ഫോളോവേഴ്സ് ആയിട്ട് നമ്മൾ ചൈതന്യ മഹാപ്രഭു ജനിച്ച വർഷം അറിഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. 1486 ചൈതന്യ മഹാപ്രഭു അപ്പിയർഡ്. എപ്പോഴ്? മലയാളത്തിൽ പറയൂ. 1400. വെരി ഗുഡ്. അപ്പോഴാണ് എത്തിയത്. പ്രകടമായത് ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ. അത് കഴിഞ്ഞിട്ട് 24 വയസ്സാകുന്നപ്പോൾ സന്യാസം എടുത്തു. 2 വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാര്യ 16 വയസ്സായിരുന്നു. 16 years old. അമ്മ വന്നിട്ട് 70 വയസ്സായിരുന്നു. അന്ന് രാത്രി ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കാൻ 2 പേരും വിട്ടിട്ട് പോയി. How many? 24 years plus 1486. 7 വർഷമാണ് സന്യാസം എടുത്തത്. കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുന്നു. 1486 plus 24. 1510. 1510. അപ്പോഴാണ് സന്യാസം സ്വീകരിച്ചത് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു കേശവ ഭാരതി ശങ്കര സമ്പ്രദായ, ശങ്കരാചാര്യരുടെ സമ്പ്രദായത്തിൽ വരുന്ന ഒരു സന്യാസി ആചാര്യൻ സന്യാസം സ്വീകരിച്ചു. 1510. അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വൃന്ദാവനം പോകണമെന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു സന്യാസം കഴിഞ്ഞിട്ട് അദ്വൈതാചാര്യവും നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭു അതാ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് ഒരു ബോട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നു. അദ്വൈതാചാര്യൻ്റെ വീട്ടിലെ ശാന്തിപൂർവ്വം കൂട്ടിക്കൊണ്ട് വന്നു. ഇതാണ് യമുന, ഗംഗയൊക്കെ കാണിച്ചത്. അതാണ് ചൈതന്യ മഹാപ്രഭു ഒരു വലിയൊരു ട്രാൻസിലായിരുന്നു, ഭാവത്തിലായിരുന്നു. അപ്പോൾ അറിഞ്ഞില്ല എക്സ്റ്റേണലായിട്ട് എന്ത് നടക്കുന്നു പറഞ്ഞിട്ട്. ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. അവിടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അമ്മയെ കാണാൻ നിങ്ങൾ ഭയങ്കര ഉദാസമായിട്ടുണ്ട്, വെരി സാഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അവിടെ ചൈതന്യ മഹാപ്രഭുവിനടുത്ത് ഒരു പ്രതിജ്ഞ അമ്മ ചോദിച്ചു.
നീ ഒരു സന്യാസ ജീവിതം ജീവിക്കുന്നു വിചാരിച്ചെങ്കിൽ ഞാൻ അതിനടുത്ത് വന്നതുമായിട്ട് തടസ്സമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഒരു അമ്മയ്ക്ക് ഒരു മകനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹത്തോടെ ഞാൻ ചോദിക്കുന്നു, പൂരിയിൽ മാത്രം ഇരുന്നാൽ മതി, വേറെ എവിടെയെങ്കിലും പോകണ്ട, എനിക്ക് എപ്പോഴും വന്നിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ സ്നേഹത്തോടെ ചോദിക്കുന്നപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, അമ്മ വിചാരിക്കുന്ന പോലെ തന്നെ ആലോചിക്കുന്ന പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പൂരിയിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ അമ്മേനടുത്ത് ആ പ്രാവശ്യം എടുത്തു. അത് കഴിഞ്ഞിട്ട് 6 വർഷം യാത്ര ചെയ്തു. സന്യാസി എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. അമ്മ പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചവിടെ വരാമെന്ന് പറഞ്ഞിട്ട് 6 വർഷം ഫുൾ യാത്ര ചെയ്തു. ദക്ഷിണ ഭാരതം വരെ വന്നിട്ട് തിരിച്ചു പോയതാണ്. ഫുൾ ഡൗൺ ദ എൻറ്റയർ കോസ്റ്റ്. 1510 he started traveling and he came back. തിരിച്ചു വന്നത് അറൗണ്ട് 6 years കഴിഞ്ഞിട്ട്, 6 വർഷം കഴിഞ്ഞിട്ട് 1516 he came back to Puri. ആ സമയത്തിലാണ് ഇവിടെ ചേർത്തലയിൽ എത്തിയത്. ഏകദേശം ഒരു ഹാഫ് ട്രിപ്പ് കഴിഞ്ഞിരുന്നു. അപ്പോൾ somewhere around 1513, 1512 he must have come here to ചേർത്തല. കേരളത്തിൽ പല സ്ഥലത്ത് വന്നിരിക്കുന്നു. അത് ചൈതന്യചരിതാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ ആ സമയത്തിൽ പല വർഷങ്ങൾക്ക് മുമ്പ്, ഐ തിങ്ക് നിയർലി 25 years back, എൻ്റെ അടുത്ത് ഗുരുമഹാരാജ് ഒരു ദിവസം പറഞ്ഞു തന്നു, ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്ന സ്ഥലത്തിലെല്ലാം നമുക്ക് ഒരു ശ്രീപട്ട്, ഒരു മെമ്മോറിയൽ നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റായിട്ട് ഞാൻ മഹാരാജാവിനടുത്ത് ചെന്നിട്ട് സംസാരിച്ചു. ട്രാവൻകൂർ മഹാരാജാവിനടുത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ഇതിൻ്റെയൊക്കെ നോളേജൊക്കെ ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു ചൈതന്യ മഹാപ്രഭു. അവിടെ വന്നിട്ട് 2 ദിവസം അവിടെ ഇരുന്ന് നൃത്യം സംഗീതമൊക്കെ ചെയ്തുകൊണ്ട് പല പേര് വന്നിട്ട് ചൈതന്യ മഹാപ്രഭു കാണാൻ വേണ്ടിയിട്ട് വന്നെന്ന് പറഞ്ഞിട്ട്, ആ പത്മനാഭസ്വാമി തന്നെ ചൈതന്യ മഹാപ്രഭു ആയിരുന്നു അവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് ആ സ്ഥലത്തിൽ വലിയ ഒരു നമ്മൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ഫസ്റ്റ് കേരളത്തിൽ അവിടെയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദിവ്യമായിട്ടുള്ള പാദങ്ങൾ നമ്മൾ സ്ഥാപിച്ചു. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലവിധമായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്തു. ഫസ്റ്റ് CITയും CPM അവർ ഓരോരോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അമ്പലത്തിനകത്ത്. ശിവസേന, കോൺഗ്രസ്, എല്ലാ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. എവിടെ? അമ്പലത്തിനകത്ത്. അവർ പറഞ്ഞു നിങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു മഹാരാജ സമ്മതിക്കുന്നു, അതെല്ലാം നിങ്ങൾ കേൾക്കില്ല. അപ്പോൾ 2 മാസം നടന്നു. പിന്നെ ഗുരു മഹാരാജ് സഫാരി എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തിലിരുന്ന് വിദേശത്തു നിന്ന് അവരോട് ഡിവോട്ടീസും ചേർന്നുകൊണ്ട് വന്നു. ആ സമയത്ത് നമ്മൾ ഈ പാദം ഒരു വലിയ ഫങ്ഷൻ ചെയ്ത് സ്ഥാപിച്ചു. അവർ പാദത്തകത്ത് സമ്മതിക്കില്ല, അവർ പുറത്ത് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പുറത്ത് നമ്മൾ ഈ യാഗമൊക്കെ ചെയ്തു. പാദങ്ങളൊക്കെ അഭിഷേകമൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് എടുത്തുകൊണ്ട് പോയപ്പോൾ അവർ പറഞ്ഞ് ഇത് ആരുടെ പാദമാണെന്ന്. അപ്പം നമ്മൾ ചൈതന്യമാരാണ്, ഇത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, ഭഗവാനുടെ പാദം ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് സമ്മതിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ചൈതന്യമാരുടെ ഭഗവാനാണെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല, നീ ശിവസേനാണ്, നിനക്ക് എന്താ അറിയുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ഡെവോട്ടീസ് പറഞ്ഞു. ഈ പല കക്ഷികളുടെ ഓരോരുത്തരും പറയുന്നത് ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് പറഞ്ഞു. നമ്മളൊരു വലിയ ലീഫ്ലെറ്റ് ഒളിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു ഈ പത്മനാഭസ്വാമി തന്നെയാണ്, കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് വൈദിക ശാസ്ത്രത്തിന് പ്രൂഫെല്ലാം എടുത്തുകൊണ്ട് വലിയൊരു ലീഫ്ലെറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തോണ്ട് ഇതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്, നിനക്കറിയോ ശാസ്ത്രം. അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അനുവദിച്ചു. അവസാനം എപ്പോഴും ചെന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ എൻട്രൻസ് പോയ റൈറ്റ് സൈഡിൽ ഒരു വലിയ സ്ഥലത്തിൽ ഞങ്ങൾ ഒരു പ്ലേറ്റൊക്കെ ഇട്ടിട്ട് ഗ്രാനൈറ്റ് സ്റ്റോണിൽ എഴുതിയിരിക്കുന്നു ഈ സ്ഥലത്തിൽ ചൈതന്യ മഹാപ്രഭു വന്നിരുന്നു, പിന്നെ പാദം ഇട്ടിരിക്കുന്നുണ്ട്. അതേപോലെ പാദം നമ്മൾ ഇന്ന് ഇവിടെ ഈ സ്ഥലത്തിൽ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നു. ഭഗവാനുടെ കൃപയിൽ, ശിശി ഗുരു ഗൗരംഗയുടെ കൃപയിൽ. അപ്പോൾ യാത്രകൾ ചൈതന്യ മഹാപ്രഭു ഈ സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
സ്ഥലത്തെല്ലാം നമ്മൾ ഭഗവാന് ചൈതന്യ മഹാപ്രഭുവിടെ വിധവിധമായിട്ടുള്ള ലീലകൾ എല്ലാവർക്കും കേൾക്കുന്ന പോലെ, അതുമില്ലാതെ ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സ്ഥലവും, മുഖ്യമായിട്ട് നമ്മൾ ഹരിനാമ സങ്കീർത്തനം ചെയ്ത് അവിടെ നിന്ന് എല്ലാവർക്കും ഹരിനാമ സങ്കീർത്തനം നാമം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ കർത്തവ്യമാണ്. ഇന്ന് ഈ ദിവസം ഇവിടെ ബുദ്ധി കൃഷ്ണപ്രഭുവും സഖികല ദേവി ദാസി മസ്കറ്റിലിരുന്നവരുണ്ട്. പല ദിവസങ്ങളായ പല വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ എനിക്കൊരു സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ എന്തെങ്കിലും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ആഴ്ച മുമ്പ് വന്നിരുന്നു. ഈ സ്ഥലമെല്ലാം എനിക്ക് കാണിച്ചു. എനിക്ക് ഉദ്ദേശമാണ് ഇസ്കോൺ ഇത് കൊടുത്ത് ഇവിടെ പ്രചാരം തുടങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ ചെയ്യണം നമ്മളെന്ന് പറഞ്ഞിട്ട്. ചേർത്തലയിലെ ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നു, ഈ സ്ഥലത്തിൽ നമ്മളിങ്ങനെ സ്ഥാപനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നു. ഒരാഴ്ചയിൽ ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ദൈവീകമായിരിക്കും രണ്ട് വിധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന് പുരുഷാകാരൻ, ഇനി വന്നിട്ട് ദൈവീകം. ദൈവീകം എന്ന് പറഞ്ഞാൽ ഭഗവാനുടെ പ്ലാൻ ആയത് കൊണ്ട് ഇത് നടക്കുന്നത്. പുരുഷാകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ച് ചെയ്ത് പലവിധമായിട്ട് കഷ്ടങ്ങളൊക്കെ അനുഭവിച്ച് ഒരു കാര്യത്തെ ചെയ്യിപ്പിക്കുന്നത് നമ്മളും വിചാരിക്കും ഞാനാണ് ചെയ്തത് ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞ് നമ്മളും വിചാരിക്കും. അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ദൈവികമായിട്ടുള്ള നടന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിശ്വാസമാണ്. എൻ്റെ ഒരാഴ്ചയിൽ എല്ലാം നടന്നു. ഇവർ രണ്ടുപേരും വന്നു, ഞാൻ കണ്ടു, ശരി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, വേറെ എന്തോ പ്ലാൻ പറഞ്ഞു, ഞാൻ ഇനിയൊരു പ്ലാൻ പറഞ്ഞു, മറ്റുള്ളവർ 3 പേരും ഡിസ്കസ് ചെയ്ത് അവസാനം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രേരണ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗൗരംഗ മഹാപ്രഭു ഈ പാരമ്പര്യത്തിൽ വരുന്ന ആചാര്യന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹമായതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഒരു സ്ഥലമായിട്ട് മാറും. ഇവിടുന്ന് പല പേർക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ ഈ തത്വങ്ങളെല്ലാം അവർക്ക് അറിയുന്ന പോലെ നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കും. അതാണ് എൻ്റെ ഒരു വിശ്വാസം ഈ സ്ഥലത്തിൽ വന്നപ്പോൾ. അപ്പോൾ ഇത്രയും ഭക്തന്മാരുടെ വന്നിരിക്കുന്ന കുറിച്ച് വലിയ സന്തോഷമാണ് എനിക്ക്. ഞാൻ 2 ദിവസം മുമ്പ് ഹിസ് ഹോളിനെസ് ജയപതാക മഹാരാജിനടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തു, കിട്ടാതെ പോയി. ഡയാലിസിസ് വേറെ ഏതോ മീറ്റിംഗിലായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മഹാവരാഹ വിളിച്ചു, ഒരു മെസ്സേജ് അയച്ചു. എനിക്ക് ഗുരു മഹാരാജിന് അനുഗ്രഹം ആവശ്യമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഈ പാദങ്ങളൊക്കെ സ്ഥാപന ചെയ്യുന്ന ഒരു സന്ദർഭം, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് 2 ദിനം ഗൾഫിലിരുന്ന് ഡിവോട്ടീസ് ആണെന്ന് പറഞ്ഞപ്പോൾ, ഡോണ്ട് വറി മഹാരാജ്, ഐ വിൽ ഗെറ്റ് യു ഫ്രം ഗുരു മഹാരാജ് വീഡിയോ മെസ്സേജ്, വോയിസ് മെസ്സേജ് ഓർ ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു. ഞാൻ വരുന്ന മുമ്പ് എനിക്ക് കിട്ടി ആ മെസ്സേജ്. അപ്പം ഞാൻ ഗോപാൽ ഗൗരവ് പ്രഭുവിനെ അയച്ചിട്ട് ഇത് ഒന്ന് പ്ലീസ് മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഫസ്റ്റ് റീഡ് ദ ഇംഗ്ലീഷ് മെസ്സേജ് ആൻഡ് ദെൻ ഹി വിൽ റീഡ് ദ മലയാളം മെസ്സേജ്. ദെൻ ഐ വിൽ സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ചൈതന്യ മഹാപ്രഭുസ് പാസ്റ്റൈംസ് ആൻഡ് ദെൻ വി വിൽ ഡു അഭിഷേകം ഫോർ ദ ലോട്ടസ് ഫീറ്റ്. അതൊരു വലിയ സർപ്രൈസാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ സ്ഥലത്തിലെ ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന സ്ഥലമാണ് ചേർത്തല. അപ്പോൾ ഭഗവാനുടെ പ്ലാന് പോലെ ഈ സ്ഥലത്തിൽ ഭഗവാനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ദിവ്യമായിട്ടുള്ള പാദങ്ങൾ ഇവിടെ സ്ഥാപനം ചെയ്ത് നമുക്ക് ഇവിടുന്ന് ചൈതന്യ മഹാപ്രഭു തത്വങ്ങളൊക്കെ എല്ലാവർക്കും പറയാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വ്യക്തി എന്ന് പറയാൻ വിജയ സങ്കീർത്തനം ചെയ്യണമെന്നുണ്ട്. പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ചുറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഹരിനാമ സങ്കീർത്തനം കിട്ടാമെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്ലാൻ ആയിരിക്കും. ഈ സ്ഥലത്തിൽ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ നമുക്ക് കിട്ടി ഇസ്കോണിന് വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് 2 ആഴ്ച മുമ്പ് ഞാൻ ചെങ്ങന്നൂരിൽ പോയിരുന്നു. അവിടെയും ഭക്തന്മാരെല്ലാം ചേർന്നിട്ട് 1 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഹൈവേ മെയിൻ റോഡിൽ. അവിടെയും ഈ കാര്യം നമ്മൾ സ്ഥാപനം ചെയ്യും അദ്ദേഹം. അപ്പോൾ കേരളത്തിൽ എവിടെയെല്ലാം ചൈതന്യ മഹാപ്രഭു വന്നിരുന്നു ആ സ്ഥലത്തിലെല്ലാം ചൈതന്യ മഹാപ്രഭു ദിവ്യമായിട്ടുള്ള പാദങ്ങൾ ഒരു സ്ത്രീ പട്ട് അവിടെ സ്ഥാപിച്ച് അവിടുന്ന് എല്ലാവർക്കും
ഭഗവാനുടെ കൃപ കിട്ടുന്ന പോലെയുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള സേവ. Thank you very much for all of those who are involved in the service here, especially to Buddhi Krishna Prabhu, His Grace, and Her Grace Shakikala Devi Dasi, very active. പല പേർക്ക് പലവിധമായിട്ടുള്ള സഹായം കേരളത്തിൽ ചെയ്യുന്ന നമുക്കിവിടെ കേരളത്തിലെ പ്രചാരം എന്ന് പറഞ്ഞിട്ട്. സോ താങ്ക് യു വെരി മച്ച്. ഓം തത്സത്. പൃഥ്വിയിലിരിക്കുന്ന എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാ സ്ഥലത്തിലും ഹരിനാമം എൻ്റെ നാമം പ്രചരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഉദ്ദേശം ദിവ്യമായിട്ടു ഒരു ഇച്ഛയായിരുന്നു ഭഗവാന്. സോ ഈ കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ ഭഗവാന് എങ്ങനെ ഈ കാര്യത്തെ ചെയ്യും? ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഞാനൊരു തോട്ടക്കാരനാണ്, മാലാക്കാരൻ, ഗാർഡനർ. ഞാൻ പലവിധമായിട്ടുള്ള ചെടികളും മരങ്ങളും ഇതെല്ലാം വളർത്തുന്നു. അതിലിരുന്ന് വരുന്ന ഈ പഴങ്ങളൊക്കെ എനിക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് സഹായം ആവശ്യമാണെന്ന് പറഞ്ഞു ചോദിക്കുന്നു. ഐ ആം എ ഗാർഡനർ, ബട്ട് ടു ഡിസ്ട്രിബ്യൂട്ട് ദിസ് ഫ്രൂട്ട് ഓഫ് ലവ് ഓഫ് ഗോഡ്, കൃഷ്ണപ്രേമം, ഭഗവാനുടെ പ്രേമം, ഈ ഫലം, ഭക്തി വൃക്ഷം വളർന്ന് അത് മുതിർന്ന് അതിൽ നിന്ന് കിട്ടുന്ന ആ ഭക്തി പ്രേമ ഫലം എനിക്ക് എല്ലാവർക്കും കിട്ടുന്ന പോലെ ഇത് എനിക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. ആക്ച്വലി ഭഗവാന് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഭഗവാന്റെ പ്ലാൻ ആയിരുന്നു ഇത് ഭക്തന്മാർ വഴിയായിട്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദും ആചാര്യന്മാരും ഇതിന് വേണ്ടിയിട്ട് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ശ്രമിച്ചിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് മുമ്പ് ഭക്തി വിനോദ് ഠാക്കൂർ ഈ ജനറേഷനിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുയുടെ തത്വങ്ങളും ചൈതന്യ മഹാപ്രഭുയുടെ ലീലകളും പുനരുദ്ധാരണം ചെയ്തു. അത് കളഞ്ഞു. സകാല നേഹം അഷ്ട യോഗോ നഷ്ടപ്പരന്തപാന ഭഗവത്ഗീത പറയുന്ന പോലെ അത് പോയി. ചൈതന്യ മഹാപ്രഭുവിന് വലിയ ഗ്യാപ്പായിരുന്നു, ഒരു 200-250 വർഷങ്ങൾ. അപ്പോൾ ഓരോരുത്തരും ഓരോരു മാതിരി അത് മാറ്റി. ചൈതന്യ മഹാപ്രഭുയുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ലെസ് ആൾക്കാർക്കാണ്, എനിക്ക് ഒരു വിധമായിട്ടുള്ള സംബന്ധം അവരെടുത്ത് വേണ്ടാന്നായി. അങ്ങനെ പോലെ ചീത്തയായിട്ട് പറയാൻ തുടങ്ങിയവരില്ല. അപ്പോൾ ആ സമയത്തിൽ ഭക്തി വിനോദ് ഠാക്കൂർ ജനിച്ചത് എപ്പോഴാണ്? 1838 ഭക്തി വിനോദ് ഠാക്കൂർ ജനിച്ചു. അത് കഴിഞ്ഞിട്ട് 1874 ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് എപ്പോൾ ജനിച്ചു? 1896, 1838, 1874, 1896. എല്ലാം ബ്രിട്ടീഷിൻ്റെ ടൈം, റൂളിംഗ് ടൈമിൽ അവർ എപ്പോഴാണ് പ്രചാരം ചെയ്തത്. അതിനു മുമ്പ് ഗോസ്വാമികളെല്ലാം ചൈതന്യമാപ്പെല്ലാം മുഗൾ പീരീഡിലാണ് അവർ പ്രചാരം ചെയ്തത്. അതിന് നടുക്ക ഒരു വലിയ ഗ്യാപ്പായിരുന്നു. ആ സമയത്തിൽ ഇതെല്ലാം കുറച്ച് മാറി ഓരോരുത്തരും ഉള്ളൂന്ന് പറഞ്ഞ് ഈ ഭൗതിക സംസാരത്തിൽ ഭൗതികമായിട്ടുള്ള ബോധങ്ങൾ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ദിവ്യമായിട്ട് ആത്മീയമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് പതുക്കെ 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 ഭൗതികമായിരിക്കും. അത് സകാലനേഹം ഹത യോഗോ നഷ്ടപ്പരന്തപ, അത് നഷ്ടമാവും. അങ്ങനെ പോലെ ആയപ്പോൾ ഭക്തി വിനോദ് ഠാക്കൂർ വീണ്ടും അത് പുനരുദ്ധാരണം ചെയ്തു. പിന്നെ ചൈതന്യ ചരിതാമൃത വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കോപ്പി കിട്ടാതെ പോയി അദ്ദേഹത്തിന്. ഒരു കോപ്പി എവിടെയെന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് ആണ്, വലിയ പദവിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഭക്തിനുണ്ട്. പക്ഷെ ചൈതന്യ ചരിതാമൃത ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ലീലകളും തത്വങ്ങളൊക്കെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട്
പലയിടത്തിൽ ചോദിച്ചപ്പോൾ കിട്ടാതെ പോയി. ഇപ്പോഴും ഈ സമയത്തിൽ ചേട്ടാ നമുക്ക് ആവശ്യമാണ് വരുമെന്ന് പറഞ്ഞിട്ട് 10,000 കോപ്പി നമ്മൾ ഗോഡൗണിൽ കാണിക്കാൻ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ലോകത്തിലെ എല്ലാ സ്ഥലത്തിലും നമ്മൾ ചെയ്യുന്നു. നമ്മുടെ മലയാളം ചൈതന്യചരിതാമൃത എവിടേക്കോ പോയിരിക്കുന്നു. മലയാളികൾ ഇരിക്കുന്ന സ്ഥലത്തിലെല്ലാം അവർ എടുത്തുകൊണ്ട് പോയി ചെന്നിട്ട് അവർ വായിച്ചിട്ട് എനിക്ക് വളരെ നന്നായിട്ടുണ്ട് മഹാരാജ് വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് എഴുതുന്നു. പക്ഷെ ആ സമയത്തിൽ ഭക്തിനോട്ടൊക്കെ ഒരു കോപ്പി എവിടെയെങ്കിലും വായിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ ബംഗാളി സാൻസ്ക്രിറ്റ് കമ്മീഷൻ ഒരു കോപ്പിയും കിട്ടാതെ വരും. പിന്നെ അവിടെ എവിടെയും തപ്പി മജിസ്ട്രേറ്റ് പവറൊക്കെ ഉപയോഗിച്ചിട്ട് എവിടെയോ ഒരു ചെറിയ ക്ലീന് കോപ്പി കിട്ടി. അത് വായിച്ചു. അവിടെ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ മൂവ്മെൻറ്റ്, ഈ ജനറേഷൻ. സോ ഇത് പാരമ്പര്യയിൽ വരുന്ന ദിവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പൃഥ്വിത്തെ ജതാനഗതികാം സർവത്ര പ്രചാരത്തിനാം ഭഗവാനുടെ ഇച്ഛയാണ്, ഭഗവാനുടെ പ്രതിജ്ഞയാണ്. ഞാൻ ഈ കലിയുഗത്തിലെ പ്രേമം ഉത്തമമായിട്ടിരിക്കുന്ന കൃഷ്ണപ്രേമം ഈ ഹരിനാമം വഴിയായിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും. ചിരാത് ആദത്തം നിജഗുപ്ത ദുഃഖം സ്വപ്രേംന നാമാമൃതം അതി ഉദാരഹ. ഇതുവരെ ആർക്കും ഇത് കൊടുത്തിട്ടില്ല. ഇത് കൃഷ്ണപ്രേമം അത്ര ഈസി ആയിട്ട് എല്ലാവർക്കും കിട്ടില്ല. ഭക്തിയിലും കിട്ടിയെങ്കിലും കൃഷ്ണപ്രേമം അത്ര ഈസി ആയിട്ട് കിട്ടില്ല. മുക്തി കിട്ടിയെങ്കിലും ഭക്തി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരനോട് പറയുന്നു. മുക്തി സ്മന ഭക്തിയോഗം. മുക്തി വേണമെങ്കിൽ ഭഗവാൻ ആകാശത്തിന് കൊടുത്തു, ശിശുപാലന് കൊടുത്തു, പൂത്തനയെന്ന് കൊടുത്തു മുക്തി. പക്ഷെ ഭക്തി എല്ലാവർക്കും കൊടുക്കില്ല അത്ര ഈസി ആയിട്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാൻ അടിമയാകും. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഒരു സബോർഡിനേറ്റ് ആകും. ഭക്ത്യ അപേക്ഷ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നോക്കിക്കൊണ്ട് പതുക്കെ കൊടുക്കും. പക്ഷെ ചൈതന്യ മഹാപ്രഭു ആ കൃഷ്ണൻ തന്നെ വളരെ ഒരു വലിയ കാരുണ്യമായിട്ടുള്ള ഭാവത്തിൽ എല്ലാവർക്കും ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. ഇത്ര മോസ്റ്റ് കോസ്റ്റ്ലി പ്രഷ്യസ് ആയിട്ടുള്ള കൃഷ്ണപ്രേമം വളരെ സുദുർലഭമായിട്ട് കിട്ടുന്നത്. ആ കൃഷ്ണപ്രേമം വെറുതെ ഹരിനാമ മഹാമന്ത്രം നമ്മൾ പറഞ്ഞാൽ അപരാധമില്ലാതെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം, ദയാണ്. അതായത് ചൈതന്യ മഹാപ്രഭു മഹാവദന്യായ അവതാരം എന്ന് പറയുന്നുണ്ട്. ചിരാത് ആദത്തം കൊടുക്കാത്ത കാര്യം, കൊടുക്കാത്ത സാധനം. നിജരൂപ ചിരാത് ആദത്തം നിജഗുപ്ത വിത്തം. വളരെ ഭഗവാനുടെ എന്ത് പറയാ നിധി, പ്രൈവറ്റ് ആയിട്ടുള്ള നിധിയിലിരുന്ന് ഭഗവാൻ തന്നെ എനിക്ക് വലിയ വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റം കൃഷ്ണപ്രേമം പുറത്തെടുത്തു. ഇത് നാമാമൃതം ഹരിനാമത്തിന് വഴിയായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ആ നാമം എല്ലാവർക്കും കിട്ടാമെന്ന് പറഞ്ഞിട്ട് മിസോളിനസ് ജയപതാക സ്വാമി മഹാരാജ് എഴുതിയിരിക്കുന്നു. നമ്മളെല്ലാവരും അത് ശ്രമിച്ച് ഈ കാര്യം പാരമ്പര്യയിലെ ആചാര്യന്മാർ വിചാരിക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ചൈതന്യ മഹാപ്രഭുക്കും പാരമ്പര്യയിൽ വരുന്ന എല്ലാ വലിയ ഭക്തന്മാർക്കും ഈ ഹരിനാമം എല്ലാവർക്കും ഈ സ്ഥലത്തിലെ ചേർത്തലയിലെ എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞാൽ ആരാണ് ഏജൻസി ആരാണ്? ആരെടുത്ത് ചെന്നിട്ട് ചോദിക്കും ചൈതന്യ മഹാപ്രഭു? CPM-നെടുത്ത് ചോദിക്കും ഇതെല്ലാവർക്കും കൊടുക്കുമോ, ഏജൻസി എടുക്കുമോ? ഞാൻ വരുന്നപ്പോൾ ഈ ഇലക്ഷനെ പോലെ കഴിഞ്ഞത്, അപ്പോൾ വലിയ വലിയ ബിൽ ബോർഡ്സ് ഹോർഡിങ് എല്ലാം, ഓരോരുത്തരുടെ മുഖം ഇലക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുഖം കണ്ട വലിയ സാധു പോലെ തേജസ്സും അതും ഇതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ AI കിട്ടിട്ട് ആ ഇമേജ് ഇത് പുതുപ്പിച്ച് അതാക്കി ഇട്ടുന്ന എനിക്ക് വോട്ടിടും എന്ന് പറഞ്ഞ് ചോദിക്കുന്ന അങ്ങനെ മുഖം ഞാൻ കണ്ടു, പല മുഖം. പക്ഷെ അതെല്ലാം ഇതായി. പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, വോട്ട് ചോദിക്കുന്നില്ല, നിനക്ക് വേണ്ടിയിട്ട് വായൊന്ന് തുറന്ന് ഹരിനാമം പറയൂ, ഒരു പ്രാവശ്യം പറയൂ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ചോദിക്കുന്നു നമ്മുടെ അടുത്ത്, വിനയമായിട്ട് ചോദിക്കുന്നു, വെരി ഹംബിളി, പ്ലീസ് സ്റ്റാൻഡ്. അപ്പോൾ ഇത് നമ്മുടെ കർത്തവ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാർ, ഈ ലൊക്കാലിറ്റിയിൽ ഇരിക്കുന്ന ഭക്തന്മാർ, യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് യുവർ ഡ്യൂട്ടി ടു പ്രീച്ച് Krishna consciousness and give Harinama to everybody.